യുവരാജ് ഗോകുൽ, ഈ പാലക്കാട് വളരെ കടുത്ത ആത്മവിശ്വാസമാണ് തുടക്കം മുതൽ BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്തുന്നതിൽ BJPക്ക് ഒരു പരാജയം പറ്റി എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകുന്നു. ഇല്ല, സന്ദീപ് വാര്യരുടെ അതിനകത്ത് പറയണമെങ്കിൽ വേറെ ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. നിലവിൽ അതിനുള്ളൊരു സാഹചര്യമല്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സന്ദീപ് വാര്യർ പോകുമ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ എന്താണ്, മൂത്താന്തറയിൽ ഉൾപ്പെടെ എന്തൊക്കെയോ സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂത്താന്തറയിലെ വോട്ടുകളുടെ പാറ്റേൺ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ഇല പോലും അവിടെ അനക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതുപോലും പരിഹരിക്കപ്പെട്ട് വർദ്ധിതമായിട്ട് ഒന്നിച്ചു നിന്ന് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഇപ്പം ഇങ്ങനെ എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഞാനും കരടിയമ്മാവനും കൂടി പുലിയെ പിടിച്ചു എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം ഇപ്പം നടക്കുന്നത്. നടന്നോട്ടെ, കുഴപ്പമില്ല, 2 ദിവസം നടക്കും. അത് കഴിയുമ്പോൾ എന്താവും നമുക്ക് കണ്ടറിയാം. അദ്ദേഹം നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയമായ വോട്ടുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. യുവരാജ്, അവിടെ പറയാൻ കാര്യം, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാര്യം വെച്ചാൽ, കാരണം അറിയാമല്ലോ, കാരണം വളരെ RSS സംവിധാനം സന്ദീപ് വാര്യർ പോയതോടുകൂടി വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസായിട്ടാണ് അവർക്ക് സന്ദീപിൻ്റെ ആ ഒരു പോക്ക് അവരിൽ അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു സംഘടിതമായ ഒരു സ്വഭാവത്തിലേക്ക് സംഘടനയുടെ സംവിധാനം പരിണമിച്ചു. അങ്ങനെ ഒക്കെ ഒരു അവകാശവാദങ്ങൾ ഉണ്ടായത് BJP ക്യാമ്പുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ സന്ദീപിനെ ക്ലെയിം ചെയ്യാം. നിങ്ങൾ പറയുന്ന കരടിയമ്മാവനോ അല്ലെ കഥ പറഞ്ഞാലും സന്ദീപിനെ ക്ലെയിം ചെയ്യാനുള്ളൊരു അവസരം UDFിൽ വരികയാണ്. തള്ളിക്കളയാനാകില്ല. രണ്ടു മനസ്സായി ഇരുന്നവരൊക്കെ ഒരുപക്ഷെ സന്ദീപ് വാര്യരോടുള്ള പാർട്ടിയുടെ ആ ഒരു ഇടപെടലിൽ അങ്ങോട്ടേക്ക് ചാഞ്ഞു എന്ന തരത്തിലും ചർച്ചകൾ വരുന്നുണ്ട്. നേരെ തിരിച്ചും അവിടെ വായന ഉണ്ടായിരുന്നു പാലക്കാട്ട്. അതായത് സന്ദീപ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പല കോണുകളിലായി നിന്ന BJPക്കാർ ഒരുമിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ഒരു വായനയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? അങ്ങനെ ഒരുമിച്ചതില്ല എന്ന് മാത്രമല്ല, സന്ദീപിനെ അങ്ങനെ തൃണവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഘടകമായിട്ടാണോ കാണുന്നത്? എങ്ങനെയാ? അല്ല, തൃണവൽക്കരിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല. സംഘടനാപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൊഴിഞ്ഞുപോക്ക് കൊണ്ട് ഒരു ചെറിയ ഇല പോലും അനങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയത് കൊണ്ട് സംഘടനാപരമായിട്ട് BJPക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിരിക്കുന്ന പരിസരത്ത് പോലും, അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്ത് പോലും അതുകൊണ്ടൊരു പ്രശ്നം ആ സംഘടനാപരമായിട്ട് BJPക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ചെത്തല്ലൂരുള്ള വീട്ടിൻ്റെ അടുത്തുള്ള പ്രവർത്തകരും, അദ്ദേഹം താമസിക്കുന്ന ഒറ്റപ്പാലം മണ്ഡലത്തിലാണ്, ഒറ്റപ്പാലം മണ്ഡലത്തിലെ പ്രവർത്തകരോടും എല്ലാം വളരെ വ്യക്തിപരമായി ഞാൻ സംസാരിച്ച ആളാണ്. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹം പാർട്ടി മാറുന്നതിൻ്റെ അന്ന് രാത്രിയിൽ അവിടുത്തെ പ്രവർത്തകർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, ഇയാൾ പാർട്ടി മാറിയ അടുത്ത മൊമെന്റിൽ ഇദ്ദേഹത്തിന്റെ കെട്ടിടത്തിൽ നിലനിന്നിരുന്ന BJP ഓഫീസ് ഞങ്ങൾ മാറ്റി പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അത് സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഒന്നും ഇടപെട്ടിട്ടല്ല. പ്രാദേശിക അല്ലല്ലേ, കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ പ്രാദേശികമായിട്ട് പോലും ഒരു ചെറിയ വികാരം പോലും അതിന്റെ പുറത്തുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും സംവിധാനത്തോട് എന്തെങ്കിലും ദേഷ്യമോ വിരോധമോ ഉണ്ടായിരുന്നെങ്കിൽ അവർ പോലും അതൊക്കെയും മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയമാണ്. ഒരാൾ ഇവിടെ നിന്ന് പാർട്ടി മാറി അങ്ങോട്ടേക്ക് പോകുന്നു, വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നു, വലിയ ചർച്ചകൾ അതിൻ്റെ പുറകിൽ നടക്കുന്നു, LDF പോലും പത്രപരസ്യം കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ഒരു നീരസം ന്യൂട്രൽ വോട്ടേഴ്സിന്റെ ഇടയിൽ സൃഷ്ടിച്ചിരിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലൊരു സാധ്യത സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും BJPയുടെ കോർ വോട്ടിനെ അത് തൊടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, BJPക്ക് അവിടെ ഉള്ളത് 40-43 വോട്ടുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിജിക്ക് കൂടി വരുന്ന വോട്ട് കൂടി ചേർത്തിട്ടാണ് ഒരു 43,000 വോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്, ഒരു 3,000 to 10,000 ശ്രീധരൻ സാർ നിന്നപ്പോൾ കിട്ടിയത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ. ആ വോട്ടുകളിലേക്ക് നമുക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. ആ ന്യൂട്രൽ വോട്ടുകളിലേക്ക് ഒരു പരിധിക്കപ്പുറം കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമുക്കൊരു പിശക് പറ്റിയിട്ടുണ്ട്. അതെന്താണ് പറ്റിയത് എന്ന് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതേ പ്ലസ് ആയിട്ട് തന്നെ നമ്മൾ അതായത് നഗരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്കറിയാമല്ലോ, ശ്രീധരന്റെ ആ ഒരു കരിഷ്മയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും BJPയെ സംബന്ധിച്ചോളം RSSന് അതിൻ്റെതായ അടിത്തറയുണ്ട്, സംവിധാനമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ RSSന്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടവും ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും ഒക്കെ വെച്ച് നോക്കിയാണെങ്കിലും താങ്കൾ ഈ പറഞ്ഞ കണക്കുകൾക്ക് ഇപ്പുറത്തേക്ക് വരേണ്ടതാണ്.
ആ വരേണ്ട ആ സംഖ്യ എവിടെ പോയി സാറേ? ആ മണൽ എവിടെ ഒലിച്ചു പോയി? ഇല്ല, ഒലിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവസാനത്തെ 7 നഗരസഭ എന്ന് പറയുമ്പോൾ 2ാം റൗണ്ടും 3ാം റൗണ്ടും മാത്രമല്ലല്ലോ. ആദ്യത്തെ ഒരു 7 റൗണ്ട് എണ്ണിത്തീരുന്നത് വരെ നഗരസഭ തന്നെയാണല്ലോ. 4ാം റൗണ്ടിലും 5ാം റൗണ്ടിലും വന്ന വലിയ ലീഡ് 7ാം റൗണ്ട് വരെ ഏതാണ്ട് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 7ന് ശേഷം മുതലാണ് അത് പോകുന്നത്. ഏതാണ്ട് 1000 വോട്ടിന്റെ ലീഡ് ആ സമയത്തുണ്ട്. 7 റൗണ്ട് 6 റൗണ്ട് 7 റൗണ്ട് എണ്ണുന്ന സമയം വരെ 1000 വോട്ടിന്റെ അടുപ്പിച്ച് ലീഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒലിച്ചുപോയി എന്ന് എങ്ങനെയാണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 500 വോട്ടിന്റെ ലീഡ് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനോടടുത്തോ അല്ലെങ്കിൽ ആ പരിസരത്ത് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒലിച്ചുപോയി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ശരിയാണ്, മറ്റ് പഞ്ചായത്തുകളിൽ BJP കുറച്ച് ദുർബലമാണ്. നഗരസഭയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അത് സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമാണോ അവിടെ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചോളം ഇനി പുനർവിചിന്തനം ചെയ്യാൻ പോകുന്നത്? മറ്റൊന്ന്, ഈ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കളിച്ച ഒരുപാട് ഡ്രാമയൊക്കെ ഉണ്ടല്ലോ. ഈ BJPക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ അതില്ല എന്ന് പറയുമ്പോഴും അതൊരു ഫാക്ടറായി. കാരണം ഏറ്റവും ഒടുവിലായിട്ടൊക്കെ തന്നെ അവിടേക്ക് എത്തിക്കുന്നത്, ശോഭാ സുരേന്ദ്രനെയൊക്കെ എത്തിക്കുന്നതും ഒക്കെ നമുക്കറിയാമല്ലോ എപ്പോഴാണെന്നൊക്കെയുള്ളത്. അപ്പോൾ എന്താണ് അത്തരം ഫാക്ടേഴ്സ് ഒരു നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? അല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ലീഡർ കോഴിക്കോട് ജില്ലയുടെ പ്രഭാരിയായിരുന്നു. അവർ ആലപ്പുഴ കേന്ദ്രീകരിച്ച് മത്സരിച്ചു. വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശോഭ ചേച്ചി ഇപ്പോഴും ആലപ്പുഴയിൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിലെ ചില നിയമസഭാ മണ്ഡലങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ചിട്ട് തന്നെ ശോഭ ചേച്ചി മത്സരിക്കുന്നുണ്ട്. പിന്നെ ഒരു വ്യക്തിക്ക് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലയിലും മത്സരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന അതിശക്തരായിട്ടുള്ള ഇപ്പൊ ശ്രീ കൃഷ്ണകുമാർ അവിടെ എത്ര കാലമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു? കൃഷ്ണകുമാർ ആദ്യമായിട്ടാണ് പാലക്കാട് നിയമസഭയിൽ മത്സരിക്കുന്നത്. അതിന് മുൻപ് അദ്ദേഹം എത്ര തവണ മത്സരിച്ചു എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞ ഒരാൾക്ക് മാത്രം എല്ലായിടത്തും മത്സരിക്കാൻ പറ്റില്ലല്ലോ. പാലക്കാട് നിയമസഭയാണ് കൃഷ്ണകുമാറിന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെയാണ് നഗരസഭയിൽ കൗൺസിലറായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് പാലക്കാട് നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റിൽ മുമ്പ് മത്സരിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. അദ്ദേഹം മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. അദ്ദേഹം കൗൺസിലറായിട്ട് മത്സരിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ പാലക്കാട് നിയമസഭയിൽ അദ്ദേഹം ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നു. സന്ദീപ് വാര്യരും അത് തന്നെയാണ് പറഞ്ഞത്. പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ നിർത്താൻ ഒരേ ഒരു സ്ഥാനാർത്ഥിയെ BJPക്ക് ഉള്ളൂ എന്ന തരത്തിലാണ്. കഴിയില്ല ഈ ഘട്ടത്തിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞ തവണ ഷൊർണൂരിൽ സീറ്റ് കൊടുത്തില്ലേ? അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അദ്ദേഹം ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനോട് അവിടുത്തെ പഞ്ചായത്തിൽ മത്സരിക്കേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്, ഈ പഞ്ചായത്ത് ഞാൻ പിടിച്ചെടുക്കാൻ തയ്യാറാണ് എന്ന വാശിയോടുകൂടി കൃഷ്ണകുമാർ എങ്ങനെയാണോ നഗരസഭയിൽ വന്നത്, അതേ വാശിയോടുകൂടി സന്ദീപ് വാര്യർ സ്വന്തം പഞ്ചായത്തിൽ ഇറങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞോ? അദ്ദേഹത്തിനോട് അവിടുത്തെ പാൽ സൊസൈറ്റിയിൽ മത്സരിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞോ? അദ്ദേഹം എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? അദ്ദേഹത്തിന് തയ്യാറാകാമായിരുന്നല്ലോ. ഷൊർണൂറോ ഒറ്റപ്പാലമോ പോലെ BJPക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണോ പാലക്കാട്? പാലക്കാട് ഒരു വലിയ രീതിയിൽ നിങ്ങൾ ശ്രമം നടത്തിയിരുന്നെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ തരത്തിൽ എതിർപ്പുകൾ ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിജയം തൊട്ടടുത്തുള്ള ഒരു മണ്ഡലമായിരുന്നില്ലേ? അല്ലെ, എതിർപ്പുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ നമ്മൾ ആരെ നിർത്തിയാലും അവിടെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാവുന്നു. ഇപ്പൊ കോൺഗ്രസിനകത്ത് രാഹുലിനെ നിർത്തിയതിന് എതിർപ്പില്ലായിരുന്നോ? സരിനെ നിർത്തിയതിനകത്ത് LDFനകത്ത് എതിർപ്പില്ലായിരുന്നോ? ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നാലും ശരി തന്നെയാണ്, ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നേ.